നമ്മളിന്നേ അമ്മേൻ്റെ CT സ്കാൻ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇന്നലെ പറഞ്ഞിരുന്നു നമ്മൾ വണ്ടൂരിൽ തന്നെ എടുത്തത്. വണ്ടൂർ നിംസ് ഹോസ്പിറ്റലിൽ നിന്നാണ് CT സ്കാൻ എടുത്തു. അതിൻ്റെ റിസൾട്ട് കിട്ടിയിട്ടില്ല. റിസൾട്ടിന് ഇനി നാളെയാണ്. പെട്ടെന്ന് അല്ലാത്ത ടെസ്റ്റിൻ്റെ പോലൊന്നും പെട്ടെന്ന് കിട്ടൂല. പിന്നെ നാളെ ഞായറാഴ്ചയാണ്. നാളെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മറ്റന്നാൾ തിങ്കളാഴ്ച ഡോക്ടറെ കാണിക്കാം. അതിന് ശേഷം നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ ഇങ്ങോട്ട് പറയാനാവുള്ളൂ കേട്ടോ. അപ്പോൾ കുറേ ആൾക്കാർക്ക് എന്തായാലും ഒന്ന് വീഡിയോ വേണം പറഞ്ഞത്. കാരണം CT സ്കാൻ എടുത്തതിൻ്റെ വിവരം അറിയാൻ വേണ്ടിയിട്ടാണ്. ആണല്ലേ. അപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും ഓരോരോ പണിയാണെന്ന്. മീൻ കിട്ടിയിട്ടുണ്ട്. സിന്തേച്ച് മീൻ കൂടിയതാക്കാം. വിറകില്ല കേട്ടോ. ഞങ്ങളെ ഗ്യാസും തീർന്നിട്ടുണ്ട്. അപ്പം നമുക്ക് സമയമായിട്ടില്ല ബുക്ക് ചെയ്യാനുള്ള. 45 ദിവസം കഴിഞ്ഞാലേ ഉള്ളൂ കേട്ടോ. ഇപ്പം നമ്മൾ വിറക് കുറവായത് കാരണേ ഈ ഗ്യാസുമ്മ തന്നെ വണ്ടിക്കൊണ്ട് വിറകും ഇല്ല ഗ്യാസും ഇല്ല. ഞാനും അപ്പൂസും സോണിമക്കുട്ടിയും കൂടി റബ്ബർ കൂടെ പോയിട്ട് വിറക് കൊണ്ടുവന്നിട്ടുണ്ട്. റബ്ബർ വിറക് നല്ല മഴയുണ്ട്. ഞങ്ങൾ മഴ വരുമ്പോഴേക്കും റബ്ബറിന് പോരാ ചേച്ചാ. രക്ഷപ്പെട്ടു. ഇനി വിറക് പൊട്ടിച്ചേക്കാനുള്ളൂ. അമ്മേനെ കാണിച്ചിട്ടോ. അപ്പൊ വേദനന്റെ ഗുളിക കുടിച്ചിട്ട് ഒന്ന് ചെറിയൊരു ഉഷാറുണ്ട്. അടവ് തിന്നോ? അട വേണം പറഞ്ഞിട്ട് സന്ധ്യച്ച് അട ഉണ്ടാക്കണ പണിയായിരുന്നു. അപ്പോൾ നമ്മളെല്ലാട അല്ലേ അത് ഉണ്ടാക്കിയിരുന്നു. അപ്പം അതിൻ്റെ ഇടയ്ക്ക് അരിപ്പൊടി കൊണ്ട് കുഴച്ചിട്ട് ആവിക്ക് വേവിച്ച നാളികേര ശർക്കരയൊക്കെ ഇട്ടിട്ട് അതല്ലേലും പണ്ടേ ഇഷ്ടമാണ്. അറിയാലോ നമ്മള് വീഡിയോ ചെയ്യലില്ലേ. കറുത്ത ചാടിച്ചന്നെ ആ വറുകടക്കിന് നനച്ചല്ലേ. അതെ ഞാൻ പോയിട്ടാ വറുക ഇട്ടിട്ട് നോക്കി മഴ വരുമ്പോഴേക്കും നനയും. മലയെന്നോ നനഞ്ഞു. അതെ തോട്ടിയോ? തോട്ടി ഇവിടെ അല്ലെങ്കിൽ എടുത്തോ. എനിക്ക് പോണേ. പിന്നെ അപ്പൂട്ടേട്ടുണ്ടായിരുന്നു, സ്വാതി ഉണ്ടായിരുന്നു, ജിഷ്ണു ഉണ്ടായിരുന്നു, സുന്ദരേട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഇവിടുന്ന് ഞങ്ങൾ 3 ആളും ആണ് പോയത് കേട്ടോ. ഞാനും അപ്പു അല്ല സന്തോഷനും പിന്നെ അമ്മയെ പോയത്. പിന്നെ ആൾക്കാർ ചിലപ്പോൾ അവരൊക്കെ വന്നു. ആളുണ്ടായിരുന്നു. പിന്നെ ഫുൾ റിസൾട്ട് ഇട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നാളെ കഴിയും. നാളെ ഉണ്ടോ നോക്കട്ടെ. നാളെ ഉണ്ടെങ്കിൽ നാളെ തന്നെ ബുക്ക് ചെയ്യും. പിന്നെ റിസൾട്ട് ഇപ്പം എന്തായാലും പോലെ നാളെ തന്നെ പറഞ്ഞിട്ടുണ്ടാവും. കുറച്ച് ബുദ്ധിമുട്ടിയിട്ട് നമ്മള് ഒന്ന് CT സ്കാൻ എടുക്കാൻ നല്ല ബുദ്ധിമുട്ടിണ്ട് കേട്ടോ. എന്നാലും നമ്മള് എന്താ പറയുക വയറ് ക്ലീൻ ആവാനും ഒക്കെ വേണ്ടിയിട്ട് ഗുളിക കൊടുത്തിരുന്നു. പക്ഷെ ഇന്നലെ കൊടുത്തിട്ട് ഒരു മാറ്റം ഉണ്ടായിരുന്നില്ല. വയറ് ക്ലീൻ ആയിട്ടൊന്നുമില്ല. ഇന്ന് CT സ്കാൻ 3 വട്ടമായിട്ടാണ് അവർ ആ മെഷീൻ്റെ ഉള്ളിലേക്ക് കയറ്റിയത്. അതിൻ്റെ ശേഷം വയറിളകിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായി. അപ്പോൾ പേടിച്ചിട്ടുണ്ട്. കാരണം എന്താ പറയുക നിൽക്കാതെ പോയി. പിന്നെ ആകെ തളർന്ന് വേദന അതിനപ്പുറം അതൊക്കെ കാണാൻ തന്നെ പറ്റണില്ല. പിന്നെ ഒരുപാട് ആൾക്കാർ മലർത്തിയിട്ടും ചെരിച്ചിട്ടും കമിഴ്ത്തിയിട്ടൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ നേരിട്ടൊന്നും നിവർന്ന് നിൽക്കാൻ പറ്റാത്ത ആളാണൊക്കെ. പക്ഷെ സഹിച്ച് നിന്നിട്ട് 5 മിനിറ്റ് 10 മിനിറ്റുള്ള അമ്മയെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇത് ചെയ്യുന്നത്. കാരണം ഇത് ചെയ്താലുള്ള ഇതിൻ്റെ കാര്യം എന്താണെന്ന് അറിയുള്ളൂ. അതിന് വേണ്ടിയിട്ട് പിന്നെ ഹോസ്പിറ്റലിൽ നമ്മൾ കുറേ നമ്മളെ കാണാനായിട്ട് ഇന്ന് ഹോസ്പിറ്റലിലേക്ക് വരികയൊക്കെ ചെയ്തിരുന്നു കേട്ടോ. ചേച്ചിയൊക്കെ പൂക്കോട്ടുംപാടത്തുള്ളൊക്കെ നമ്മൾ വീഡിയോയിൽ പറയുകൊണ്ട് ഇന്ന് വരും എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഭയങ്കര സന്തോഷം നമ്മളൊക്കെ ഇന്റർവ്യൂവിന് വന്നതാണ് നിംസിക്ക്. അങ്ങനെ നേഴ്സാണ്. തിങ്കളാഴ്ച ഉള്ളത് ഇന്നൊക്കെ ആക്കിയിട്ട് വന്നതാണ്. അപ്പോൾ എന്തോ അപ്പത്തെ ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ആരോട് എന്തൊക്കെ പറയണം എന്നുള്ളൊരു ഇത് ഇല്ല. എന്നാലും ഒരുപാട് കണ്ണ് നിറയും. അതൊക്കെ കണ്ടാലേ കേട്ടോ. നമ്മൾ ഒറ്റപ്പെടുത്തിയിട്ടില്ല. വന്ന് വിശേഷം നേരിട്ട് തിരക്കിയൊക്കെ ചെയ്ത്. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു ഇന്നത്തെ അവസ്ഥ. കുറേ ആൾക്കാർ അറിയണവരൊക്കെ ഉണ്ട്. അതാണ് നേഴ്സുമാരൊക്കെ നമ്മൾ അറിയണതാട്ടോ വീഡിയോയിൽ കണ്ടിട്ട്. ഞാൻ നല്ല പഴുത്തുണ്ടല്ലോ. അപ്പൊ ചാടിച്ച ആ പഴുത്ത കടിച്ച മോളത്തെ ഇത് അടുത്ത മാസം അടിക്കാം. അതടുത്ത മറ്റേ അടിക്കാം. നല്ല മധുരം ഉണ്ടാവും. ഞാനുണ്ടോ ഇങ്ങോട്ട്? ഞാനുണ്ട് നാടൻ കറുത്തെ. അപ്പൊ അമ്മ കിടക്കാണ് കേട്ടോ. ഈ എന്താ പറയാ നമ്മൾ CT സ്കാൻ AC ഉള്ളിലല്ലേ. അപ്പോൾ AC തണുത്ത് വിറച്ചിട്ട് ഇങ്ങോട്ട് ഒരു രക്ഷപ്പെട്ടതാണ് അവിടുന്ന്. ഇവിടെ വന്നപ്പോൾ തൊട്ടേ തണുപ്പൊക്കെ ആയിട്ട് കിടക്കാനും മഴയും കൂടിയല്ലേ. ഇപ്പോൾ കിടക്കാണ്. അണ്ടയും ചായയൊക്കെ കുടിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒന്നും ഉച്ച വരെ വയറ്റില്ലാത്തതായിരുന്നു. വെള്ളം കൊണ്ടുപോയത് 2 ലിറ്റർ 1.5 ലിറ്ററോളം കുടിച്ചിട്ടുണ്ട്. പിന്നെ ഛർദിക്കാൻ എടുത്തപ്പോൾ നിർത്തിയതാ. എന്തായാലും കാര്യം നമുക്കത് CT എടുത്തിട്ട് നമുക്ക് അതിൻ്റെ റിസൾട്ട് ഇനി കിട്ടണം. അതുവരെ ഞാൻ സമാധാനിക്കണം. പിന്നെന്താ പിന്നെ ഇന്നലെ കമൻറ്റിലൊക്കെ കുറേ ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സന്ദർശകരെ അനുവദിക്കല്ലേ പ്ലീസ് നമ്മൾ ഒരുപാട് ആൾക്കാർ പല സ്ഥലത്തുനിന്നായിട്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ
ഇന്നിപ്പോ നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് അങ്ങനെ തന്നെ അവിടുന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇങ്ങനെ കാരണം പല വീട്ടിൽ നിൽക്കണവരാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ വണ്ടിയൊക്കെ കയറി ഒരുപാട് ദൂരത്തുനിന്നും അങ്ങനെ ഇങ്ങനെയൊക്കെ ആൾക്കാർ വരും. അപ്പൊ ഈ എന്താ ജലദോഷമോ പനിയോ ഒക്കെ എന്തൊക്കെ അസുഖം ഉണ്ടെന്ന് നമുക്ക് പുറത്തുനിന്ന് വരണല്ലേ. ഡോക്ടറും അവിടെ പോയപ്പോ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ അമ്മേനൊക്കെ വെച്ചാല് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പെട്ടെന്ന് അമ്മ എല്ലായിടത്തേക്കും പോകും, അപ്പൊ എല്ലാരും കാണാൻ പെട്ടെന്ന് അമ്മയ്ക്ക് ഇപ്പൊ അമ്മേന്റെ ആരോഗ്യം ഇപ്പൊ ശരീരത്തിക്ക് പെട്ടെന്ന് ഇത് ജലദോഷം വന്നാലും കൂടി മാറി നിക്കണം, അത്രയും ഇതിലാണ് ഇപ്പൊ അവസ്ഥ. അപ്പൊ അമ്മയ്ക്കാണെങ്കിൽ എല്ലാരും കാണാനാണ് ആഗ്രഹം. ആരെ പറഞ്ഞാലും വരണം കാണാൻ പറയുന്നുണ്ട്. അപ്പൊ നമ്മളെ കാര്യങ്ങൾ ഏകദേശം അമ്മ നോർമൽ ആവുമല്ലോ. എന്താ ഇപ്പത്തെ ബുദ്ധിമുട്ടുണ്ടല്ലോ, ഈ മരുന്ന് കൊടുത്ത് നമ്മൾ റെഡിയാക്കി എടുക്കണില്ലേ. എത്ര ഹോസ്പിറ്റലിൽ പോയി എത്ര ഡോക്ടർമാരെ കണ്ടു, എല്ലാരും മരുന്ന് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ പെർഫെക്റ്റ് ആയിട്ട് വരും. അപ്പൊ നമുക്ക് എല്ലാരും കാണാലോ. അപ്പൊ ഇപ്പൊ നമ്മള് വെച്ചാല് താൽക്കാലികമായിട്ട് നമുക്ക് പിന്നെ എന്തായാലും പുറത്ത് കൊണ്ട് പരമാവധി ചുരുക്കലാണ്. അത്ര അടുത്തേക്കൊന്നും വന്നിരിക്കലില്ല. നമ്മളെ വീട്ടിൽ തന്നെ ഉള്ളവരാണ്. പുറത്ത് പോകാൻ നമ്മൾ ഞങ്ങൾ എല്ലാരും കൂടിയത് തന്നെ ഇന്നലെയൊക്കെ കമന്റിൽ ഒരുപാട് ആള് പറഞ്ഞിട്ടുണ്ട്. നല്ലതിന് വേണ്ടിയിട്ടാണ്, നന്മയ്ക്ക് വേണ്ടിയെന്ന് അറിയാം. നിങ്ങൾ എങ്ങനെ കൂടിയുന്നുണ്ട്, എന്തൊരു ആഘോഷം അങ്ങക്ക് എന്നൊക്കെ പറഞ്ഞ് ചീത്ത അറിയുന്നുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മള് വെള്ളം കൊടുക്കണതും എന്താ ഫുഡ് കൊടുക്കണതും ഒക്കെ ഇപ്പൊ ഞാൻ തന്നെയാണ്. അങ്ങനെ ഒരാളാണെങ്കിൽ ഒരാൾ മാത്രം അങ്ങനെ പിന്നെ ഗുളികയും മരുന്ന് എടുത്ത് കൊടുക്കണതും കുളിപ്പിക്കാനായിട്ടും വെള്ളം ചൂടാക്കിയിട്ട് അത് കൊണ്ട് കൊടുക്കലും ബാത്റൂമിലേക്ക് പോകണമെങ്കിൽ പിടിക്കണം. അവിടുന്ന് പോരുമ്പോഴൊന്നും ഇങ്ങോട്ട് ഇങ്ങനെ നടക്കാൻ പറ്റുന്നില്ല. ഇവിടെ കുട്ടിക്ക് പരിയായിട്ട് കൂടിയ റൂമിലാണ്, ഇതിന്റെ ഉള്ളിക്ക് വരലില്ല. മാസ്ക് ഇട്ടിട്ടാണ്. പിന്നെ മാസ്ക് ഇടുന്നുണ്ട്, അമ്മയും മാസ്ക് ഇടുന്നുണ്ട്. അപ്പൊ നമ്മള് പരമാവധി ശ്രദ്ധിക്കുന്നുണ്ട് എല്ലാരും. അതെ, വരരുതെന്ന് പറയാന് അതാണ് നമ്മളെ കൊണ്ട് വരരുത്. എങ്ങനെ നമ്മളെ ബന്ധുക്കാര് നമ്മളെ വീഡിയോ കാണുന്നുണ്ട്, ബന്ധുക്കളായ ഒരുപാട് ആൾക്കാർ യൂട്യൂബിൽ നിന്ന് വന്ന് നമ്മൾക്ക് കിട്ടിയ നമ്മളെ ഫാമിലിയാണ്. അപ്പൊ ആരും നമ്മള് വരണ്ടാന്ന് പറഞ്ഞിട്ട് മൊത്തം പറയാൻ ആർക്കും പറ്റൂല. ആരൊക്കെ വന്നപ്പോ ഓലൊക്കെ ഇങ്ങനെ വാദന്റെ അവിടെ നിന്നുകൊണ്ട് അങ്ങനെ കണ്ടതാണ്. ഇപ്പൊ ഇങ്ങനെ പറ്റതായിട്ടാണ്. അല്ലെങ്കിൽ പിന്നെ കുഴപ്പമില്ല. അമ്മ നീച്ചെടുക്കാൻ അറിയാലോ. രോഗത്തിന് നമ്മള് എന്തായാലും ചികിത്സ തുടങ്ങുമ്പോ എന്തെങ്കിലുമൊക്കെ ഒരു ജലദോഷമോ കൊണ്ടുപോകും, ചികിത്സ മുടങ്ങും. ചികിത്സ മുടങ്ങിയാൽ നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാൻ വേണ്ട. അപ്പൊ ചികിത്സ മുടങ്ങാൻ പാടില്ല, അതാണ്. അപ്പൊ എല്ലാരും വാക്കും വിലക്കെടുത്തുണ്ട് കേട്ടോ. ഇവരോട് എത്ര പറഞ്ഞാലും കേൾക്കൂല എന്നെല്ലാം പറയുന്നുണ്ട്. നമുക്ക് റിപ്ലൈ ഒന്നും കൊടുക്കാൻ ചിലർക്കൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പൊ നമ്മളിങ്ങനെ ലൈക്ക് ഒക്കെ കൊടുത്തിട്ട് പോകുന്നു. പിന്നെ ആരെങ്കിലും ഒരാളുടെ എന്തെങ്കിലും ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ചികിത്സ മുടങ്ങും. അപ്പൊ നമ്മള് സുഖമായിട്ട് കാണാൻ എല്ലാവർക്കും നമ്മളിങ്ങനെ വീഡിയോയിൽ ഇങ്ങനെ കാണിച്ചു തന്നില്ല. സ്കാനിങ്ങിന്റെ റിസൾട്ട് ഇട്ടിട്ട് കാര്യങ്ങളൊക്കെ പറയാട്ടോ. അതെ, സീറ്റിന്റെ ഇതിന് ഇങ്ങനെ പറഞ്ഞതാണ് എന്തായാലും കാര്യം പറയണേന്ന്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് എത്രയായാലും ഏത് നേരത്തായാലും തിരക്കിലായാലും കൂടി വിശേഷമായിട്ട് വന്നത് കേട്ടോ. ഞാൻ റിസൾട്ട് കിട്ടി ഡോക്ടറെ കാണിച്ചിട്ട് നമ്മൾ കാണിച്ചു തരാം. അതെ, കഴിഞ്ഞിട്ട് ഞങ്ങൾ വരാം. അപ്പോൾ എല്ലാവർക്കും ബൈ.